ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഏറ്റവും എളുപ്പത്തിൽ ചിരട്ടപ്പുട്ട് തയ്യാറാക്കിയെടുക്കാനുള്ള ഒരു അടിപൊളി ഐഡിയ ആണ്. ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ഒറ്റ ഇരുപ്പിൽ ഒരു ലോഡ് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയെടുക്കാം. പുട്ടുകുറ്റിയുടെ ആവശ്യമില്ല. ഓരോന്ന് വാരി വെച്ച് സമയം കളയേണ്ട. ഗ്യാസ് ലാഭം കൊണ്ട് നമ്മുടെ പണിയും പെട്ടെന്ന് കഴിയും. ഇതിനായി നമുക്ക് മെയിനായിട്ടും വേണ്ടത് കുറച്ച് ചിരട്ടകളാണ്. ചിരട്ടയുടെ കണ്ണിൻ്റെ ഭാഗമുള്ള ആ ഒരു പാർട്ട് വേണം എടുക്കാൻ. നല്ല വൃത്തിയായി കഴുകിയ ശേഷം ഈ കണ്ണിൻ്റെ ഭാഗത്ത് നമുക്ക് ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഒരു ആണിയോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തിയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ചിരട്ടകളിലും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കണ്ണിൻ്റെ ഭാഗത്ത് മുഴുവനായിട്ടും ഹോൾ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ തേങ്ങ ഇടുന്നത് കൊണ്ട് അരിപ്പൊടി താഴേക്ക് വീഴത്തൊന്നുമില്ല. ഇനി ഈ ചിരട്ടയുടെ അകത്തെല്ലാം കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും തൂത്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടിയിൽ വെള്ളവും ചേർത്തിട്ട് നനച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കി എടുക്കുന്നതാണ്. അതിനായിട്ട് കുറച്ച് ഉപ്പും ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സാധാരണ ഗോതമ്പ് പുട്ടിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പൊടി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഇതുപോലെ ചിരട്ടയിലേക്ക് വാരി വെച്ച് കൊടുക്കാം. ആദ്യം ചിരട്ടയുടെ അടിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ പുട്ടുപൊടി വാരി വയ്ക്കാൻ. നമുക്ക് അരിപ്പുട്ടോ ഗോതമ്പ് പുട്ടോ ഏതാണെങ്കിലും ഇതുപോലെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. ചിരട്ടയുടെ മുക്കാൽ ഭാഗത്തോളം പൊടി നിറച്ച് കൊടുക്കാം. നമ്മളിവിടെ പൊട്ടുപൊടിയൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ തന്നെ ഒരു ഇഡ്ഡലി തട്ടിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് സ്റ്റൗ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പൊടിയെല്ലാം നിറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പുട്ട് പുഴുങ്ങിയെടുക്കാം. നമ്മളങ്ങനെ എടുത്തു വെച്ചിരുന്ന ചിരട്ടകളിലെല്ലാം പുട്ടുപൊടി നിറച്ചിട്ടുണ്ട്. ചിരട്ടയുടെ മുക്കാൽ ഭാഗത്തോളം മാത്രമാണ് നമ്മൾ പൊടി നിറച്ചിരിക്കുന്നത്. ഇനി നമുക്കിതെടുത്ത് ഒരു ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് പുഴുങ്ങിയെടുക്കാം. ചിരട്ടകൾ ഓരോന്നും മറിഞ്ഞു പോകാതെ നേരെയാക്കി വെക്കാം. ഇനി ഇതുപോലെ വലിപ്പമുള്ള ഇഡ്ഡലി പാത്രം നമ്മുടെ കയ്യിലില്ലെങ്കിൽ ആവി കയറി വരാൻ പരുവത്തിനുള്ള നല്ല വിസ്താരമുള്ള ഒരു പാത്രം എടുത്ത് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഏതെങ്കിലും ഒരു തട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ചിരട്ട അതിൻ്റെ മേളിൽ വെച്ചിട്ട് ഈസി ആയിട്ട് പുട്ട് പുഴുങ്ങിയെടുക്കാം. കുറച്ച് പുട്ടുപൊടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കൂടി 2 ചിരട്ടകളിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ 6 ചിരട്ടപ്പുട്ടുകളാണ് നമ്മളിവിടെ വേകാനായിട്ട് വെക്കുന്നത്. ഇനിയും സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ ഇനിയും ചിരട്ടകളിലാക്കി വെച്ചാൽ മതി. ഇനി ഇത് വേകാനായിട്ടൊരു 25 മിനിറ്റ് നേരം അടച്ചു വെക്കാം. വെന്ത് വരാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി തുറന്നു നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ഗോതമ്പ് പുട്ടിൻ്റെ സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ചിരട്ടകൾ ഓരോന്നായിട്ട് എടുക്കാം. ഒരു ഭംഗിക്കായിട്ട് വാഴയുടെ ഇലയിലേക്കാണ് നമ്മൾ പുട്ടെടുത്ത് വെക്കുന്നത്. ചിരട്ട കമഴ്ത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി.
ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അടിപൊളി സോഫ്റ്റ് ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ആവി പറക്കുന്ന ഈ പുട്ടെല്ലാം ഇങ്ങനെ നിരനിരയായിട്ട് ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒറിജിനൽ ചിരട്ടയിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ്. സ്റ്റീലിൻ്റെ കുറ്റിയിലൊന്നും ഉണ്ടാക്കിയാൽ നമുക്ക് ഈ ഒരു ടേസ്റ്റും ഫ്ലേവറും കിട്ടത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ചിരട്ട ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും കഴുകി വെച്ചാൽ മതി, വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെയുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസിനും ഐഡിയാസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുകൂടി എനേബിൾ ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്